നമസ്കാരം, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ല ടിപ്സുമായിട്ടാണ്. അതെന്താണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറേ തലയണ കവർ അഥവാ പില്ലോ കവറാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് പുതിയ നമ്മൾ യൂസ് ചെയ്യാത്ത പില്ലോ കവറുണ്ട്, യൂസ് ചെയ്ത് പഴകിയതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് വെച്ച പില്ലോ കവറും ഉണ്ട്. ഈ പില്ലോ കവർ വെച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ ടിപ്സ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ ഇവിടെ ഒരു തലയണ കവർ എടുത്തിട്ടുണ്ട്. കുറച്ച് വലുതാണ്. ഒരു തലയണ കവർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ബെഡ്ഷീറ്റുകൾ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ് അല്ലാതെ കൊണ്ട് നമുക്ക് വീട്ടിൽ പുതിയതായിട്ടൊക്കെ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ ബെഡ്ഷീറ്റ് എല്ലാം സൂക്ഷിച്ച് വെക്കാറുണ്ട്. ചില സമയത്ത് നമ്മൾ അലമാരിയിലൊക്കെ വെച്ച് കഴിയുന്നുണ്ട്, സ്ഥലമില്ലാഴി അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ റെന്റിനൊക്കെ വീട്ടിൽ താമസിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ അവർ അലമാരിയൊന്നും വെക്കാനോ അതുപോലെ തന്നെ സൗകര്യങ്ങൾ കുറവായിരിക്കും. അതുപോലെ ചിലരൊക്കെ ആണി അടിച്ചു കൊടുക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമുക്ക് ഇതുപോലെ തലയണ കവർ എടുത്തതിന് ശേഷം ഇതേപോലെ എത്ര ബെഡ്ഷീറ്റ്, വലിയ തലയണ കവറാണെങ്കിൽ ഇത് കുറച്ച് വലുതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ബെഡ്ഷീറ്റ് മാത്രമേ എടുത്ത് അകത്ത് വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എത്ര ബെഡ്ഷീറ്റ് വേണമെങ്കിലും ഇതുപോലൊക്കെ നല്ല പോലൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നല്ലതായിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതേപോലൊക്കെ നിങ്ങൾക്കൊന്ന് വെക്കാവുന്നതാണ്. അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഇതേപോലൊക്കെ കണ്ടില്ലേ, നല്ല നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എത്ര ബെഡ്ഷീറ്റ് വേണമെങ്കിലും കൊള്ളും. ഞാനിപ്പോൾ ഒരെണ്ണം മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു തലയണ കവറിൽ നിങ്ങൾ ഇതുപോലൊക്കെ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചിരുന്നാലും പൊടിയടിക്കുകയോ അങ്ങനെയുള്ള പ്രശ്നമില്ല. അലമാരി ഉണ്ടെങ്കിൽ അലമാരിക്കകത്ത് ഇതുപോലൊക്കെ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തായിട്ട് ഞാനിവിടെ വേറൊരു തലയണ കവർ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ തലയണ കവറാണ്. ഇതിനകത്ത് ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും തുണികളൊക്കെ കൊള്ളും. അപ്പം നമ്മുടെ സാരി, അതുപോലെ കശവ് സാരികളെ, അതുപോലെ സെറ്റ് സാരികളെയൊക്കെ നമ്മൾ മടക്കിയൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കൊണ്ടുപോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്താണെങ്കിലും പാർട്ടിക്കൊക്കെ പോകുന്ന സമയത്താണെങ്കിലും നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മൾ അടുക്കി അലമാരിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കത്തില്ല. അതേസമയം നമ്മൾ ഇതുപോലൊക്കെ ഒരു തലയണ കവർ എടുത്തതിന് ശേഷം ഇതിലേക്കൊന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്ര സാരി ഉണ്ടെങ്കിലും ഇതേപോലൊക്കെ ഇതിനകത്തോട്ടൊന്ന് എടുത്ത് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2-3 സാരി എടുത്ത് വെക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ സാരി നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് എത്ര എണ്ണം വെക്കാൻ പറ്റുമോ അതുപോലൊക്കെ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്ത് ഇതുപോലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. പൊടിയൊന്നും കയറാതെ കണ്ട് നല്ല കറക്റ്റായിട്ടിരിക്കും. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാൻ ഇതിനകത്തൊരു 4 സാരി വെച്ചിട്ടുണ്ട്. എത്ര സാരി വേണമെങ്കിലും വെക്കാം. ഇത് വലിയൊരു തലയണ കവറാണ്. ഇതുപോലൊക്കെ നമുക്ക് അലമാരി ഉണ്ടെങ്കിൽ അലമാരിയിൽ ഇങ്ങനെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ ഇതിനകത്ത് സാരി വെച്ചിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ബെഡ്ഷീറ്റ് എടുത്ത് വെച്ചത് കണ്ടില്ലേ. അപ്പോൾ ഇത് രണ്ടും ഇതുപോലൊക്കെ നിങ്ങൾക്ക് അലമാരിയിൽ എവിടെ വേണമെങ്കിലും സേഫായിട്ടിരിക്കും. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ചെയറൊക്കെ ഉണ്ടാവുമല്ലോ. ചെയറൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിന് കുഷ്യൻ കാണത്തില്ല, അല്ലെങ്കിൽ കുഷ്യനൊക്കെ അഴുക്കായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ നമ്മൾ ഇട്ടേക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കുഷ്യന് പകരം ഇത് അഴുക്കാവാതിരിക്കാൻ, അതുപോലെ കുട്ടികളൊക്കെ പഠിക്കുന്ന ടൈമിൽ കുട്ടികൾക്കൊക്കെ ചാരി ഇരുന്ന് കുഷ്യൻ ഇല്ലാത്ത ഇതാകുമ്പോൾ പുറത്ത് വേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് ഇതുപോലൊക്കെ ഒരു തലയണ കവർ എടുത്തതിന് ശേഷം ഇതേപോലൊക്കെ നമുക്ക് ആ ഒരു ചെയറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. കണ്ടില്ലേ, നമ്മൾ ഇതുപോലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടാൽ ആ ഒരു കുഷ്യൻ ഇല്ലാത്തതാണെന്ന് അറിയത്തില്ല, കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇത് വേണമെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഇതിൽ ഇട്ട് വെക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു പില്ലോ കവർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ലേഡീസിൻ്റെ ആണെങ്കിലും കുട്ടികളുടെയൊക്കെ ആണെങ്കിലും ബാഗ് ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ സ്കൂൾ വെക്കേഷനൊക്കെ ആവുന്നതന്നെ, ഓണം, ക്രിസ്മസ്, അതിൻ്റെയൊക്കെ വെക്കേഷൻ വരുന്നുണ്ടെങ്കിൽ, അതുപോലെ സമ്മർ വെക്കേഷനൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ ഈ ബാഗൊക്കെ കുട്ടികളുടെ ആണെങ്കിലും കഴുകി നമ്മൾ
സേഫായിട്ട് വെക്കാറുണ്ട്. അതുപോലെ തന്നെ ലേഡീസിൻ്റെ ബാഗ് ആണെങ്കിലും നമ്മൾ എല്ലായ്പ്പോഴും ഒന്നും യൂസ് ചെയ്യാറില്ല. അത് പുറത്ത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ പൊടിയൊക്കെ പിടിച്ച് വല്ലാതായി പോകാറുണ്ട്. അങ്ങനെയുള്ള ടൈമിൽ ഇതുപോലെ നല്ലൊരു പില്ലോ കവർ, നമ്മൾ യൂസ് ചെയ്യാത്ത പില്ലോ കവർ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ പഴയത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു പില്ലോ കവറിനകത്തേക്ക് ഇതേപോലെ നമ്മളൊന്ന് ബാഗൊന്ന് ഇട്ട് വെക്കുക. കണ്ടില്ലേ, ഞാനിപ്പോൾ ഈ ഒരു പില്ലോ കവറിലേക്ക് എൻ്റെ ബാഗ് ഒന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് യൂസ് ചെയ്യുക. അല്ലാതെയുള്ള സമയത്ത് നമുക്ക് ഇതുപോലൊക്കെ പില്ലോ കവറിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് പൊടിയൊന്നും അടിക്കാതെ കണ്ട് പുതുപുത്തനായിട്ടിരിക്കും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു പില്ലോ കവർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് സൈഡ് നമുക്കിവിടെ ഒന്ന് രണ്ടായിട്ടൊന്ന് സ്ക്വയർ പോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഇതാ കണ്ടില്ലേ, ഇതേപോലൊക്കെ ഒന്ന് നമുക്ക് ഫോൾഡ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ 2 പിന്നാണ് കുത്തി വെക്കാൻ പോകുന്നത്. ഇതാ ഞാനിവിടെ 2 പിൻ കുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തയ്ക്കാവുന്നതാണ്. പിന്നെ നമ്മളിവിടെ എടുക്കുന്നത് ഒരു നാടയാണ്. നമ്മുടെ സ്കേർട്ടിൻ്റെ ചുരിദാറിൻ്റെ ഒക്കെ നാട ഉണ്ടെങ്കിൽ നമ്മുടെ കഴുത്ത് പോകത്തക്ക രീതിയിലൊരു നാടയാണ് വേണ്ടത്. അത് നമുക്ക് ഇതിൻ്റെ അടിയിലോട്ട് വെച്ച് ഇതുപോലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പം ഞാനിവിടെ നിങ്ങളെ ഒന്ന് ഡെമോയാണ് കാണിക്കുന്നത്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുവാണ്. അപ്പം നമ്മുടെ കഴുത്ത് ഇതുപോലെ ഇറങ്ങത്തക്ക രീതിയിൽ വേണം നമുക്ക് ഇതൊന്ന് തയ്ച്ചെടുക്കാൻ. അപ്പം ഞാനൊന്ന് തയ്ച്ചെടുക്കട്ടെ. ഇപ്പം ഇതാ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഞാനിത് തയ്ച്ചില്ല. ഞാൻ നോക്കിയപ്പോൾ നമുക്ക് തയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പിന്നിൻ്റെ ഈ ഒരു സൈഡിലേക്ക് ഇതേണ്ട കൊരുത്ത് വെച്ചിരിക്കുകയാണ്, ഒന്ന് കെട്ടി വെച്ചേക്കുവാണ് 2 സൈഡും, കണ്ടില്ലേ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാട കൂടി വേണം. ദേ ഇതുപോലൊരു നാട ഞാൻ ഇച്ചിരി നീളമുള്ളത് എടുത്തിട്ടുണ്ട്. ഈ ഒരു നാട നമുക്ക് ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു ഇടഭാഗമില്ലേ അവിടെ നമുക്കിങ്ങനെ കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നാടയും കൂടെ വേണ്ടത്. അപ്പം നമ്മൾ കിച്ചണിൽ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഏപ്രിൻ കെട്ടി നമുക്ക് ജോലിയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഡ്രസ്സൊന്നും അഴുക്കാവത്തില്ല. അപ്പോൾ ദാ ഞാനിതൊന്ന് എൻ്റെ ഡ്രസ്സിൻ്റെ മുകളിലൊന്ന് ഇട്ടിട്ടുണ്ട്. ദേ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ദേ ഇതുപോലെ നമ്മൾ ഇട്ടിട്ട് നമ്മൾ കിച്ചണിൽ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സൊന്നും അഴുക്കാവത്തില്ല. പിന്നെ ഈ ഒരു നാട ഞാൻ കാണിച്ചില്ലേ നിങ്ങളെ, ഈ ഒരു നാട നമുക്ക് ഇതുപോലൊക്കെ ഇടയ്ക്ക് വെച്ചൊന്ന് കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഇത് പോവാതെ കണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക, കണ്ടില്ലേ. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു മിക്സി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സിയൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ നമ്മൾ കിച്ചണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ പൊടിയൊക്കെ പിടിച്ച് അത് അഴുക്കായി പോകാറുണ്ട്. അങ്ങനെ പോകാതിരിക്കാനുള്ള ഇതാണ്. അതിനായിട്ട് നമ്മളിവിടെ ഇതുപോലൊക്കെ ഒരു തലയണയുടെ പില്ലോ കവർ എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, തലയണ കവർ എടുത്തിട്ടുണ്ട്. അത് നമ്മളിതുപോലെ ചുരുട്ടി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി ഇതുപോലൊക്കെ. പിന്നെ ആ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി, കണ്ടില്ലേ. ഇതേപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ ആ ഒരു മിക്സി ജാറിലുള്ള പൊടി അഴുക്ക അങ്ങനെയുള്ളതൊന്നും കയറാതെ കണ്ട് നല്ല ക്ലീനായിട്ട് നമുക്ക് എടുക്കുന്ന സമയത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ഒരു പില്ലോ കവർ ഉണ്ടെങ്കിൽ നമുക്ക് മിക്സി നല്ല സേഫായിട്ടിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ ഒരു പഴകിയ ഒരു തലയണ കവറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മളങ്ങനെ യൂസ് ചെയ്യുന്ന തലയണ കവറല്ല. അപ്പം ഞാനതും കൂടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു ടേബിളിൽ വിരിക്കുന്ന ഒരു ടർക്കിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, കണ്ടില്ലേ. ഇത് കുറച്ച് പഴകിയതാണ്, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതല്ല. അതല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ സാധാ ടർക്കി ഉണ്ടെങ്കിൽ അതൊന്ന് എടുക്കുക. ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു കട്ടിയുള്ള നല്ല കട്ടിയുള്ള ഒരു ടർക്കി തുണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, ഞാൻ ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതേപോലൊക്കെ തന്നെ ഈ ഒരു തലയണ കവറിലേക്കൊന്ന് കയറ്റി വെക്കാം.
അപ്പോൾ ഇതാ ഞാൻ ഈ തലയണ കവറിനകത്താക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേ ഇത്രയും സ്പേസ് ബാലൻസ് കിടക്കുകയാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അകത്തോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. കണ്ടില്ലേ? അപ്പം ഞാനിവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് യൂസ് ചെയ്യുന്നത് നമ്മുടെ കിച്ചണിലൊക്കെ നമ്മൾ സാധാരണ ചിലർ തുണിയാണ് ഇടുന്നത് ഇല്ലേ? നമുക്ക് മാറ്റൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ കിച്ചണിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മൾ തുണിയൊക്കെ ഇട്ട് നമ്മൾ കുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് മാറ്റൊക്കെ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇതേപോലൊക്കെ നിങ്ങൾ ടേബിൾ മാറ്റൊക്കെ പഴയതുണ്ടെങ്കിൽ കട്ടിയുള്ള തുണിയായിരിക്കണം, അല്ലെങ്കിൽ ടർക്കി ആയിരിക്കണം. അതേപോലൊക്കെ നമ്മൾ ഇതുപോലുള്ള ഒരു പഴയ ഒരു തലയണ കവറിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിന് നല്ലൊരു സുഖം കിട്ടും. ഒരു തണുപ്പൊന്നും അടിക്കാതെ കണ്ട് അതുപോലെ നനവൊന്നും ഇല്ലാതെ കണ്ട് നമുക്ക് ഈ ഒരു ഡോർമാറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന പോലൊക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ നമ്മുടെ ബാത്റൂമിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നിടത്തൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലൊക്കെ തന്നെ നമുക്ക് ഈ അകത്തെ ആ ഒരു ടർക്കി ആണെങ്കിൽ അഴുക്കാവത്തുമില്ല. ഈ ഒരു തലയണ കവർ എന്ന് പറഞ്ഞാൽ നൈസായിട്ടുള്ള അല്ലെങ്കിൽ പോളിസ്റ്റർ അല്ലെങ്കിൽ കോട്ടൻ്റെ അല്ലാതുള്ള തലയണ കവറാണെങ്കിൽ ഒത്തിരി കുറേ കൂടെ നല്ലതായിരിക്കും. അത് നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാനും പറ്റും. അത് ഈ അഴുക്കാവുമ്പോഴേ നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാനും പറ്റും. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമുക്ക് ഇതുപോലൊക്കെ ചവിട്ടി നിന്ന് കിച്ചണിൽ ജോലിയൊക്കെ ചെയ്യാൻ നല്ല സുഖമായിരിക്കും. അതുപോലെ തന്നെ തലയണ കവർ കട്ടിയില്ലാത്തതുകൊണ്ട് നമുക്ക് ഡെയിലി വേണമെങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്ക് കഴുകാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ ബാത്റൂമിൻ്റെയൊക്കെ വാതിക്കൽ ഇതുപോലൊക്കെ ഇടാം, കിച്ചണിലിടാം, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ഇടാം. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഇന്നത്തെ ടിപ്സ് എല്ലാം നമുക്ക് സാധാരണ ആൾക്കാർക്ക്, നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളാണ്. അപ്പോൾ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.